എല്ലാവരിലും സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ സമ്പാദ്യശീലം തുടങ്ങുക, അതേപോലെ മാക്സിമം കടബാധ്യത കുറയ്ക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് പണം എന്താണ്, എങ്ങനെയാണ് പണത്തെ മാനേജ് ചെയ്യുന്നത്, അങ്ങനെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ് പണം? പൈസ എന്ന് പറയുന്നത് സാലറി മാത്രമോ നിങ്ങളുടെ പേഴ്സണൽ നോട്ടുകൾ മാത്രമോ അല്ലെങ്കിൽ പണക്കാരുടെ കയ്യിൽ മാത്രമുള്ള ഒരു സാധനമൊന്നും അല്ല. പണം എന്ന് പറയുന്നത് ഒരു ടൂളാണ്. എന്തിനാണ്? നമുക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടി, നമുക്ക് ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി, നമുക്ക് സമാധാനത്തിന് വേണ്ടി, നമുക്ക് സമയത്തെ വാങ്ങാൻ, ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് സമയത്തെ വാങ്ങാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ പണത്തെ യൂസ് ചെയ്യുന്നത്. അതിനുള്ള ടൂളാണ് പണം എന്ന് പറയുന്നത്. ഈ ടൂൾ വെച്ചിട്ട് നമുക്കപ്പോൾ പണം വരും, പണം പോകും, ചില സമയത്ത് പണം നമ്മുടെ കയ്യിൽ നിൽക്കുകയും ചെയ്യും. അപ്പം ഈ പണത്തിൻ്റെ ഏറ്റവും ബേസിക് റൂൾ എന്ന് പറയുന്നത് പൈസ കൈകാര്യം ചെയ്യാൻ നിങ്ങളൊരു പണക്കാരനാവേണ്ട ആവശ്യമില്ല എന്നാണ്. നിങ്ങൾക്ക് ഡിസിപ്ലിനും ക്ലാരിറ്റിയും മാത്രം മതി. പൈസയുടെ 4 പ്രധാന ജോലികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത് സർവൈവലാണ്. അതായത് നമുക്ക് ഫുഡ്, ഷെൽട്ടർ, ബേസിക് നീഡ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പൈസ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തേന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. അതായത് നമ്മുടെ എമർജൻസി ഫണ്ട്, നമ്മുടെ ഇൻഷുറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് രണ്ടാമത്തേത്. ഒന്നാമത്തെ സർവൈവൽ, രണ്ടാമത്തെ പ്രൊട്ടക്റ്റ്. മൂന്നാമത്തേന്ന് പറയുന്നത് ഗ്രോത്ത് ആണ്. അതായത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ, സേവിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നാലാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ എൻജോയ്മെൻ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ടോപ്പിക്കാണ് അല്ലേ. നമുക്ക് ഫൺ ആക്ടിവിറ്റീസ്, സിനിമ കാണാൻ പോകുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ ട്രിപ്സ്, ഫുഡിന്, ഡൈനിങ്ങിനായിട്ട് ഔട്ട് സൈഡിൽ നമ്മൾ ചിലവാക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നാലാമത്തേതെന്ന് പറയുന്നത്. നാലെണ്ണമുള്ളത് സർവൈവ്, പ്രൊട്ടക്റ്റ്, ഗ്രോ, എൻജോയ്. ഈ 4 കാര്യങ്ങളാണുള്ളത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരും എൻജോയും സർവൈവലും മാത്രമേ നടത്തുന്നുള്ളൂ. പ്രൊട്ടക്റ്റും നടത്തുന്നില്ല, ഇൻവെസ്റ്റും നടത്തുന്നില്ല. അതാണ് സാധാരണ ആൾക്കാരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ പണത്തെക്കുറിച്ചുള്ള ബേബി സ്റ്റെപ്സാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ബേബി സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പണം എവിടെ പോകുന്നു എന്ന് നിങ്ങൾ പഠിക്കണം. അതിനായിട്ട് വേണ്ട അടുത്തൊരു 30 ദിവസത്തേന് നിങ്ങളൊരു ബുക്കും പേപ്പറും എടുത്തിട്ട് നിങ്ങൾ എഴുതുക. നിങ്ങൾ ഓരോ രൂപയും ചിലവാക്കുന്നത് എന്തിനാണ്, എന്തൊക്കെ കാര്യങ്ങൾക്കാണെന്ന് എഴുതി വെക്കുക. അതേപോലെ ഓരോ വാരവും ഓരോ ചിലവ് എഴുതി വെക്കുക. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എവിടെയൊക്കെയാണ് നിങ്ങൾ അറിയാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് പൈസ പോകുന്നത്. ഇത് തന്നെ വലിയൊരു തിരിച്ചറിവായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ പണം എങ്ങനെയൊക്കെ നഷ്ടപ്പെടുന്നു, എവിടെയൊക്കെ പോകുന്നു. മാസാവസാനം നിങ്ങൾ ചോദിക്കത്തില്ല സാധാരണ കാശല്ല എവിടെ പോയി. ആ ഒരു ചിന്താധാരണ ഇതിൽ നിന്ന് മാറിക്കിട്ടും. രണ്ടാമത്തെ ബേബി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യാൻ പഠിക്കണം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ സഞ്ജയ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് നമ്മൾ സ്കൂളിൽ നിന്ന് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് കിട്ടും. അടുത്തുള്ള ബാങ്കിൽ പോയിട്ട് നമുക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. കുട്ടികളായിരിക്കും തന്നെ നമ്മൾ അതിൻ്റെ ആഴ്ചയിലോ മാസത്തിലോ അല്ലോ കുറച്ച് എമൗണ്ട് നമ്മൾ കൊണ്ടുവിടും. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ പാസ്ബുക്കിനകത്ത് നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുമായിരുന്നു അല്ലേ. അതുപോലെ സഞ്ജയ എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ അന്യം നിന്നു. ഇപ്പോൾ അങ്ങനെ ഒരു പരിപാടിയില്ല. പക്ഷേ നമുക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ച് എമൗണ്ട് എടുത്ത് സേവ് ചെയ്തിട്ട് ബാക്കി നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്തുകൊണ്ടും ബെറ്റർ ആകും. 500 രൂപയാണെങ്കിൽ 500 രൂപ, നിങ്ങൾക്ക് 500 രൂപ മാസം സേവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. മതി. 500 രൂപ വെച്ച് സേവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. പിന്നീട് നമുക്ക് ഗ്രോ ചെയ്യാം. ഇതൊരു ഹാബിറ്റാണ്. ഈ ഹാബിറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ഈസി ആയിരിക്കും. ബേബി സ്റ്റെപ്പ് നമ്പർ 3, എമർജൻസി ഫണ്ട്. നമുക്ക് ജീവിതം പല രീതിയിൽ നമുക്ക് പണി തരും അല്ലേ. നമുക്കൊരു ഒരു ഹോസ്പിറ്റൽ എമർജൻസി ഉണ്ടാകും, നമ്മുടെ ബൈക്കോ അല്ലെങ്കിൽ കാറോ ബ്രേക്ക് ഡൗൺ ആകും, നമ്മുടെ ഫോൺ താഴ്വൻ ഡിസ്പ്ലേ പൊട്ടാം, നമുക്ക് വീട്ടിൽ ആർക്കെങ്കിലും പെട്ടെന്നൊരു ഹോസ്പിറ്റൽ എമർജൻസി വരാം. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് വരാം. അപ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തീർന്നു കിട്ടും. സേവ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കടം മേടിച്ച് പിന്നെയും കടക്കാരാകും. ഇത് രണ്ടുമാണ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ എമർജൻസി ഫണ്ടാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട മറ്റൊരു കാര്യം. അപ്പോൾ എമർജൻസി ഫണ്ട് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് മിനിമം 3 തൊട്ട് 6 മാസം വരെ നിങ്ങളുടെ ഒരു മാസത്തെ ചിലവ് എത്രയാണോ അത്രയും എമൗണ്ട് വേണം. നിങ്ങൾക്ക് ഒരു മാസത്തെ ചിലവ് മൊത്തം കൂടെ 10,000 രൂപയെന്ന് വിചാരിക്കുക. അപ്പം 6 മാസത്തെ 60,000 അല്ലെങ്കിൽ 3 മാസം 30,000. 3 മാസം തൊട്ട് 6 മാസം വരെ 30,000 തൊട്ട് 60,000 വരെ നിങ്ങളുടെ മന്ത്ലി എക്സ്പെൻസുകൾ നിങ്ങൾ അതിനായിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് കാശ് കിട്ടുന്നു? ഒറ്റയടി കിട്ടില്ല. നിങ്ങൾ കുറേശ്ശെയായിട്ട് മന്ത്ലി മാറ്റി വെച്ച് ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു എമർജൻസി ഫണ്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് സേവ് ചെയ്തിട്ട് ഈ പൈസ വെക്കേണ്ടത് നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലോ ഒന്നുമല്ല. നിങ്ങൾ സേവ് ചെയ്തിട്ട് വെക്കേണ്ട കാശ് നോർമൽ സേവിങ്സ് അക്കൗണ്ടിലാണ്. പലിശ കൂടുതൽ കിട്ടുന്ന സേവിങ്സ് അക്കൗണ്ടാണെങ്കിൽ അത്രയും നല്ലത്. അല്ല എന്നുണ്ടെങ്കിലും നോർമൽ ഒരു സേവിങ്സ് അക്കൗണ്ട് എപ്പോഴും നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഈ എമർജൻസി ഫണ്ട് വെക്കേണ്ടത്. ബേബി സ്റ്റെപ്പ് നമ്പർ 4, നാലാമത്തേത് പറഞ്ഞാൽ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് ആണ്. ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും പെട്ടെന്നൊരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു. ഇപ്പോഴത്തെ കാലത്തെ ചിലവ് നിങ്ങൾക്കറിയാമല്ലോ, ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടി വീട്ടിലുള്ള എല്ലാവർക്കും ചേർത്ത് ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക. അതേപോലെ നിങ്ങളാണ് നിങ്ങളുടെ വീട്ടിലെ ചിലവുകളെല്ലാം നടത്തുന്നത്. അതായത് വീട്ടുകാരെല്ലാം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ
ഉറപ്പായും നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കണം. ഇത് നിങ്ങളുടെ വീട്ടുകാരെ സംരക്ഷിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വീട്ടുകാരെ സംരക്ഷിക്കാനായിട്ട് ഈ ടേം ഇൻഷുറൻസ് നിങ്ങളെ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും മസ്റ്റാണ്. ബേബി സ്റ്റെപ്പ് നമ്പർ 5, ഗുഡ് ഡെറ്റും ബാഡ് ഡെറ്റും. നല്ല കടവും മോശം കടവും. നല്ല കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ പഠിക്കാനായിട്ട്, അതായത് നിങ്ങൾക്ക് ഒരു കാര്യം പഠിച്ചിട്ട് നിങ്ങൾക്ക് നല്ല ശമ്പളം അതിൽ നിന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ, പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ജോലി കിട്ടും, നല്ലൊരു ശമ്പളം കിട്ടുമെന്നുണ്ടെങ്കിൽ അതൊരു ഗുഡ് ഡെറ്റാണ്. അതേപോലെ നിങ്ങളൊരു സ്കില്ല് ബിൽഡ് ചെയ്യാൻ വേണ്ടി, ആ സ്കില്ല് മൂലം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ ലാഭം കിട്ടുമെന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലതാണ്. പിന്നെ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതും ഒരു ഗുഡ് ഡെറ്റാണ്, കടമെടുത്തിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ. പക്ഷേ ബാഡ് ഡെറ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കൂടിയൊരു ഫോൺ എടുക്കാനായിട്ട് അതിനൊരു EMI അടയ്ക്കുന്നു, അതൊരു ഉറപ്പായിട്ടും ഒരു ബാഡ് ഡെറ്റാണ്. അതേപോലെ നിങ്ങൾ ലൈഫ് സ്റ്റൈലിൽ കൂട്ടാനായിട്ട് നിങ്ങൾ വലിയ വണ്ടി എടുക്കുന്നു, അതേപോലെ എന്താ പറയുക, നിങ്ങൾ കുറേ ഫാൻസി ഐറ്റംസ് വാങ്ങിക്കൂട്ടുന്നു, ഇതെല്ലാം ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾ സ്വൈപ്പ് ചെയ്തിട്ടാണ് ഇതെല്ലാം വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ തന്നെ ഇതെല്ലാം ബാഡ് ഡെറ്റാണ്. പിന്നീടുള്ളത് ബൈ നൗ ക്രൈ ലേറ്റർ, അതായത് ഇപ്പം മേടിക്കുക പിന്നീട് നിങ്ങൾ പേ ചെയ്താൽ മതി എന്ന് പറയും, നിങ്ങൾ പിന്നീട് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. അതൊരു തീർച്ചയായും ബാഡ് ഡെറ്റാണ്. നിങ്ങൾക്കൊരു സാധനം 2 തവണ പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ മാത്രമേ നിങ്ങളത് ക്രെഡിറ്റിൽ വാങ്ങിക്കാവൂ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിന്നീടൊരു ബേർഡൻ ആയിരിക്കും, ഉറപ്പാണ്. ബേബി സ്റ്റെപ്പ് നമ്പർ 6, ഇൻവെസ്റ്റിംഗ്. നിങ്ങളുടെ പ്രായം ഏകദേശം 18 വയസ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് സമയമാണ്, പൈസയല്ല. അപ്പോൾ ഈ ഒരു സമയത്താണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഇൻവെസ്റ്റിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 500 രൂപ വെച്ച് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ പോലും 25 വയസ്സുള്ള ഒരാൾ ഈ 2000 രൂപ വെച്ച് ഇടുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് എമൗണ്ട് നിങ്ങളുടെ ലൈഫ് ടൈമിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏറ്റവും എത്രയും നേരത്തെ നിങ്ങൾ തുടങ്ങുന്നു അത്രയും നിങ്ങൾക്ക് നല്ലതാണ്. കൂടിയ എമൗണ്ടോ നിങ്ങൾ ഇടണമെന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് എമൗണ്ട് ഇട്ടാലും മതി. പക്ഷേ ഏറ്റവും നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ ടൈം ഹൊറൈസൺ കുറേ സമയം നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ സമയത്ത് ഗ്രോ ആകും. അത് കാരണത്തിന് എത്രയും നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ ഇൻവെസ്റ്റിംഗ് ജേർണി തുടങ്ങുക. നിങ്ങൾ സിമ്പിൾ ഒരു ഇൻഡെക്സ് ഫണ്ടിലോ വല്ലതും സ്റ്റാർട്ട് ചെയ്താൽ മതി, 500 രൂപ വെച്ചോ വല്ലതും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. അത് കണ്ടിന്യൂ ചെയ്യുക, ലോങ് ടൈം കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾക്കത് ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിൽ ബെനിഫിറ്റ് ആവും. ബേബി സ്റ്റെപ്പ് നമ്പർ 7, കോമ്പൗണ്ടിങ്. ഇത് നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. നിങ്ങൾ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പൗണ്ടിങ് കൊണ്ട് വളരെ പ്രയോജനം ഉണ്ടാകും. കോമ്പൗണ്ടിങ് നിങ്ങൾക്ക് അറിയായിരിക്കും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതായത് കൂട്ടുപലിശ എന്ന് പറയും. അതായത് നമ്മൾ ഇടുന്ന പൈസയ്ക്ക് നമുക്ക് പലിശ കിട്ടും, അല്ലെങ്കിൽ ഇടുന്ന പൈസയ്ക്ക് നമുക്ക് ഗ്രോത്ത് കിട്ടും. ആ ഗ്രോത്ത് പിന്നെയും ഗ്രോത്ത് കൊണ്ടുവരും, ആ ഗ്രോത്ത് പിന്നെയും ഗ്രോത്ത് കൊണ്ടുവരും. അത് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന ഏണിങ്സ്, ആ ഏണിങ്സ് പിന്നെയും നമുക്ക് ഏണിങ്സ് കൊണ്ടുവരും, വീണ്ടും നമുക്ക് ഏണിങ്സ് കൊണ്ടുവരും. അതായത് നമ്മുടെ ഏണിങ്സ് ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. അതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് വളരെ കുറേ നാളത്തിന്, അതായത് ഇൻവെസ്റ്റ് ചെയ്ത് കുറേ വർഷങ്ങളിലേക്ക് നമുക്ക് വലിയ ഗ്രോത്ത് ഒന്നും കാണില്ല, പക്ഷേ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒറ്റയടിക്ക് എക്സ്പ്ലോഡ് ചെയ്യും. നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ടൈം ആകുമ്പോഴത്തേനോ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് 20 വർഷം 30 വർഷമൊക്കെ ആകുന്ന ടൈം ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റിങ്ങിലൂടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വഴി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇൻവെസ്റ്റിംഗ് ലോങ് ടൈം ചെയ്യുക, അത് വളരെ നല്ലൊരു പ്രയോജനമാണ്. ആരും പഠിപ്പിക്കാത്ത മണി സൈക്കോളജി. പണം എന്ന് പറയുന്നത് ഒരു ഇമോഷണലാണ്. നമ്മുടെ മറ്റുള്ളവരായിട്ടുള്ള ഈഗോ വെച്ചിട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ നോക്കിയിട്ടോ, സോഷ്യൽ പ്രഷറോ അല്ലെങ്കിൽ പേടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ പൈസയെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്, അല്ലേ? അപ്പം നമ്മുടെ അയലൊക്കത്തുള്ള ഒരാൾ കാർ മേടിച്ച് നമ്മൾ ഉറപ്പായിട്ടും കാർ മേടിക്കണം. അവർ വീട് 2 നില വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 നില വെക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പൈസ കൈകാര്യം ചെയ്യുന്നത്, നമ്മൾ കടമെടുക്കുന്നത്, നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലേ? ആദ്യം ഇതാണ് മാറ്റേണ്ടത്. ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യരുത്. സോഷ്യൽ മീഡിയ അല്ല നിങ്ങളുടെ ലൈഫ് തീരുമാനിക്കുന്നത്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇൻസ്റ്റാഗ്രാമിൽ പലരും പല രീതിയിലും നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കണം, അങ്ങനെ ജീവിക്കണം, അത് വേൾഡ് ടൂർ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, നിങ്ങളുടെ കാശ് നിങ്ങൾക്ക് ഇപ്പോൾ സ്പെൻഡ് ചെയ്യണം, അങ്ങനെ പല രീതിയിൽ പല ആളുകൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത്. വേൾഡ് ടൂറൊന്നും പോകണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിങ്ങളുടെ പൈസ നിങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് സ്വയം പഠിക്കണം. മറ്റുള്ളവരെ കമ്പയർ ചെയ്തോ മറ്റുള്ളവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോ നിങ്ങൾ കോപ്പി ചെയ്തുകൊണ്ടോ ഒന്നുമല്ല നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫസ്റ്റ് സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക, ബാക്കിയുള്ള കാശ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലവാക്കാം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ മാത്രം നിങ്ങളുടെ ലൈഫ് സെറ്റ് ആകത്തുള്ളൂ, നിങ്ങളുടെ കടം മാക്സിമം കുറയത്തുള്ളൂ. നിങ്ങൾക്ക് പണക്കാരായ മാതാപിതാക്കളോ വലിയ സാലറിയോ ഒരു വലിയൊരു എമൗണ്ടോ ഒന്നും നിങ്ങളുടെ കയ്യിൽ ആവശ്യമില്ല നിങ്ങൾക്ക് മണിയെ മാനേജ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് വേണ്ട എന്താണ്? ഡിസിപ്ലിനും വേണം, ക്ലാരിറ്റിയും വേണം, ക്ഷമ വേണം, സ്ഥിരത വേണം, കൃത്യമായ ഓർഡർ വേണം. മണി മാസ്റ്ററിക്കായിട്ട് നിങ്ങൾ വലിയ ഇൻ്റലിജൻസ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. സിമ്പിളായ കാര്യങ്ങൾ ലോങ് ടൈം ചെയ്യുക, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റുകൾ സിമ്പിളായിട്ട് ചെയ്യുക. നിങ്ങളുടെ ലൈഫ് സെറ്റ് ആയിക്കോളും ഓട്ടോമാറ്റിക്കലി. നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ ടോപ്പിക്കുകളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിലോ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ കൂടുതലായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതാണ് അതിനനുസരിച്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.